ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്ന ഒരു രോഗാവസ്ഥയാണ് ADHD അല്ലെങ്കിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡേഴ്സ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എല്ലാ ADHDയും ഒരു ബ്രെയിൻ ഡിഫക്റ്റോ അല്ലെങ്കിൽ മെൻ്റൽ ഡിസോർഡർ അല്ല. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ലേറ്റസ്റ്റ് സ്റ്റഡീസ് പറയുന്നത് ഓൾമോസ്റ്റ് 40% ഓഫ് ADHDയും SDB മൂലമാണ്. SDB എന്നത് സ്ലീപ്പ് ഡിസോർഡർ ബ്രീത്തിങ് മൂലമാണെന്നുള്ളതാണ്. ഇനി ഇത് ട്രൂ ADHD ആണോ അല്ലെങ്കിൽ സ്ലീപ്പ് ഡിസോർഡർഡ് ബ്രീത്തിങ് മൂലമുള്ള ADHD ആണോ എന്ന് ഇങ്ങനെ ADHD സിംറ്റംസ് ഉള്ള കുട്ടികളുടെ പേരൻസിന് തന്നെ അവരുടെ ഉറക്കം ഒന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെയൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ സ്ലീപ്പ് ഡിസോർഡർഡ് ബ്രീത്തിങ് മൂലമുള്ള ADHD കുട്ടിയുടെ ഉറക്കത്തിൽ പലപ്പോഴും വാ തുറന്ന് വായിക്കോടെ ആയിരിക്കും ബ്രീത്ത് ചെയ്യുന്നത്. അതുപോലെ ഉറക്കത്തിൽ പലപ്പോഴും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നതായിട്ട് കാണാം. അതുപോലെ സ്നോറിങ്, ഉറക്കത്തിൽ കൂർക്കം വലി, ടീത്ത് ഗ്രൈൻഡിങ്, ഉറക്കത്തിൽ പല്ലുകടി. അതുപോലെ അവരുടെ ഉറക്കത്തിൽ പലപ്പോഴും അവർ സ്ട്രെസ്ഫുൾ ബ്രീത്തിങ് ആയിരിക്കും. ഇത് അവരുടെ ശരീരത്തിൽ ആവശ്യത്തിനുള്ള ഓക്സിജൻ കിട്ടുന്നതിനുള്ള അല്ലെങ്കിൽ അവരുടെ എയർവേ ഓപ്പണപ്പ് ആകുന്നതിനുള്ള ബോഡിയുടെ ഒരു കോമ്പൻസേറ്ററി മെക്കാനിസമാണ്. ഇതുമൂലം ആ കുട്ടികൾക്ക് ഒരിക്കലും ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാൻ സാധിക്കാതെ വരികയും അത് സ്ലീപ്പ് ഫ്രാഗ്മെൻറ്റേഷനും ശരീരത്തിൽ ഓക്സിജൻ ലെവൽ കുറയുന്നതിന് കാരണമാകും. അതിൻ്റെ കൂടെ തന്നെ സംഭവിക്കുന്നതാണ്. ഇങ്ങനെയുള്ള കാരണം കൊണ്ട് ആ കുട്ടികൾ പലപ്പോഴും പല ന്യൂറോ ബിഹേവിയർ ചേഞ്ചസിലേക്ക് അത് നയിക്കുകയും ആ കുട്ടികളുടെ ADHD സിംറ്റംസ് മിമിക്ക് ചെയ്യുന്നതായും കാണാം. ഇനി നിങ്ങളുടെ കുട്ടികൾ ADHD സിംറ്റംസ് സസ്പെക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമേ കുട്ടികളെ മെഡിക്കേഷനോ അല്ലെങ്കിൽ തെറാപ്പിക്കോ വിടുന്നതിന് മുമ്പ് ഒരു എയർവേ ഫോക്കസ്ഡ് ഓർത്തോഡോണ്ടിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് അത് ട്രൂ ADHD ആണോ അല്ലെങ്കിൽ സ്ലീപ്പ് ഡിസോർഡർഡ് ബ്രീത്തിങ് മൂലമുള്ള ADHD ആണോ എന്ന് ഒരു CBCT സ്കാനിൻ്റെ സഹായത്തോടെ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. ഒരു CBCT സ്കാനിൽ ആ കുട്ടിയുടെ എയർവേയുടെ ശ്വാസനാളത്തിൻ്റെ വോളിയം, ഈ ശ്വാസനാളത്തിലുള്ള ഒബ്സ്ട്രക്ഷൻസ് അത് ഏത് ഏരിയയിലാണ്, അപ്പർ ജോയിലാണോ ലോവർ ജോയിലാണോ അല്ലെങ്കിൽ അപ്പർ ജോയിലിൽ അല്ലെങ്കിൽ ലോവർ ജോയുടെ സ്ട്രക്ചറിലുള്ള ഓൾട്രേഷൻ കൊണ്ടാണ് എന്നുള്ളത് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അങ്ങനെ അത് ഈ ADHD സിംറ്റംസ് സ്ലീപ്പ് ഡിസോർഡർഡ് ബ്രീത്തിങ് മൂലമാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒരു എയർവേ ഫോക്കസ്ഡ് ഓർത്തോഡോണ്ടിസ്റ്റിന് ഡിപ്പെൻസ് ഓൺ ദ ഏജ് ഓഫ് ദ പേഷ്യൻറ്റ്. ഇപ്പോൾ യങ് ഏജിലൊക്കെ ആണെങ്കിൽ ഒരു 10 വയസ്സിന് മുമ്പാണെങ്കിൽ RME റാപ്പിഡ് പലേറ്റൽ എക്സ്പാൻഡർ എന്ന അപ്ലയൻസ് ഉപയോഗിച്ച്, അതേസമയം ഒരു 12 ഇയേഴ്സിന് മേളിലാണെങ്കിൽ MSC മാക്സിലറി സ്കെലിറ്റൽ എക്സ്പാൻഡർ എന്ന അപ്ലയൻസ് ഉപയോഗിച്ച് ഈ അപ്പർ ജോ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പർ ജോ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് തൊട്ട് മേളിലാണ് നമ്മുടെ നേസൽ ഫ്ലോർ വരുന്നത്. നേസൽ ഫ്ലോർ വൈഡൻ ചെയ്യുകയും നേസൽ വോളിയം കൂടുകയും ചെയ്യും. അങ്ങനെ നേസൽ വോളിയം കൂട്ടിക്കഴിയുമ്പോഴും ആ കുട്ടികളുടെ ബ്രീത്തിങ് കറക്റ്റ് ആകുകയും ആ കുട്ടികൾക്കൊരു ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാൻ സാധിക്കുകയും അതുമൂലം ഈ സ്ലീപ്പ് ഡിസോർഡർഡ് ബ്രീത്തിങ് മൂലമുള്ള ADHDയിൽ കാര്യമായിട്ട് കുറവ് വരുത്താൻ ഒരു മെഡിക്കേഷനോ തെറാപ്പിയോ കൂടാതെ കാര്യമായിട്ടുള്ള കുറവ് വരുത്താൻ സാധിക്കും. ഇനി ഇങ്ങനെ മെഡിക്കേഷനോ അല്ലെങ്കിൽ തെറാപ്പിയോ കൂടാതെ കറക്റ്റ് ചെയ്ത് കുറച്ച് ADHD കേസുകൾ നമുക്ക് കാണാം. ഈ പേഷ്യൻ്റ് 9 ഇയർ ആയിട്ടുള്ള മെയിൽ പേഷ്യൻ്റ് ആയിരുന്നു. ക്ലിനിക്കിൽ വന്നപ്പോൾ അവരുടെ മെയിൻ സിംറ്റംസ്, അവർ ശരിക്കും പറഞ്ഞാൽ അവരുടെ സ്നോറിങ് അല്ലെങ്കിൽ മൗത്ത് ബ്രീത്തിങ് കറക്റ്റ് ചെയ്യാനാണ് വന്നത്. പക്ഷേ നമ്മൾ ക്വസ്റ്റനെയർ ഫില്ല് ചെയ്യിപ്പിച്ചു. ക്വസ്റ്റനെയർ എടുത്തു കഴിഞ്ഞപ്പോഴും ADHD സിംറ്റംസ് സസ്പെക്ട് ചെയ്തു. അങ്ങനെ ADHD സിംറ്റംസ് പലതും സസ്പെക്ട് ചെയ്തുകൊണ്ട് ഒരു CBCT സ്കാനിന് വിടുകയും CBCT സ്കാനിൽ എയർവേ വോളിയം 30 cc വേണ്ടിടത്ത് ഓൾമോസ്റ്റ് 9 cc ഉണ്ടാകും. അത്രയും സിവിയർലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള എയർവേ ആയിരുന്നു. അതുപോലെ തന്നെ ആ എയർവേ റെസ്ട്രിക്ഷൻസ് കൂടുതലും അപ്പർ ആർച്ച് മാക്സിലറി ആർച്ചിൻ്റെ സൈഡിലേക്കായിരുന്നു കൂടുതലും. മാക്സിലറി കൺസ്ട്രക്ഷൻ മൂലമാണെന്ന് മനസ്സിലാക്കി. ഈ മാക്സിലറി ആർച്ചിനകത്താണ് നേസൽ ഫ്ലോർ സ്ഥിതി ചെയ്യുന്നത്. ഈ മാക്സില തീരെ കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിൽ അവരുടെ നേസൽ ഫ്ലോർ തീരെ നാരോ ആവുകയും അവരുടെ നേസൽ വോളിയം തീരെ കുറയുകയും ചെയ്യും. അങ്ങനെയുള്ള പേഷ്യൻ്റ് അവർക്ക് ഒരിക്കലും ഒരു പ്രോപ്പറായിട്ടുള്ള നേസൽ ബ്രീത്തിങ് സാധ്യമാവുകയില്ല. ഈ പേഷ്യൻ്റ് നിങ്ങൾക്ക് കാണാം, ഇവരുടെ CBCTയിൽ അവരുടെ മാക്സില തീരെ കൺസ്ട്രക്റ്റഡ് ആയിരുന്നു. അവരുടെ ഏജ് 9 ഇയേഴ്സ് ആയതുകൊണ്ട് റാപ്പിഡ് പലേറ്റൽ എക്സ്പാൻഡർ എന്ന അപ്ലയൻസ് ഉപയോഗിച്ച് ഈ കുട്ടിയുടെ മാക്സില എക്സ്പാൻഡ് ചെയ്തു. മാക്സിൽ എക്സ്പാൻഡ് ചെയ്തപ്പോൾ അവരുടെ നേസൽ ഫ്ലോർ വൈഡൻ ചെയ്യുകയും അതുവഴി നേസൽ വോളിയം കൂടുകയും അവരുടെ ബ്രീത്തിങ് കറക്റ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. അങ്ങനെ ബ്രീത്തിങ് കറക്റ്റ് ചെയ്തപ്പോൾ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഡീപ്പ് സ്ലീപ്പ് ലഭിക്കുകയും അങ്ങനെ 4 മാസത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് അവരുടെ ADHD സിംറ്റംസിൽ കാര്യമായ കുറവ് വരുത്താൻ സാധിച്ചു. ഈ പേഷ്യൻ്റെ ട്രീറ്റ്മെൻറ്റിന് മുമ്പ് ADHD സിംറ്റംസിൻ്റെ ഇൻറ്റൻസിറ്റി അറിയുന്നതിന് വേണ്ടി നമ്മളൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ADHD സ്കോറിങ്ങിന് വേണ്ടി വിട്ടു. ഇതാണ് ഈ കുട്ടിയുടെ ബിഫോർ ട്രീറ്റ്മെൻറ്റ് ADHD സ്കോറിങ്. അതുപോലെ 4 മാസം കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ഒരു പോസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ADHD സ്കോറിങ്ങിന് വേണ്ടി 2ാം സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് വിട്ടു. ഇതാണ് പോസ്റ്റ് ട്രീറ്റ്മെൻറ്റ് സ്കോറിങ്, ADHD സ്കോറിങ്. നിങ്ങൾക്ക് തന്നെ കാണാം, ഈ ADHD സ്കോറിങ് എല്ലാം തന്നെ ഓൾമോസ്റ്റ് 0 ആയി. പേഷ്യൻ്റ് കംപ്ലീറ്റ്ലി ഏസിംപ്റ്റമാറ്റിക് ആവുകയും അതും ഒരു മെഡിക്കേഷനോ തെറാപ്പിയോ കൂടാതെ സാധിച്ചു എന്നുള്ളതാണ് ഈ ട്രീറ്റ്മെൻറ്റ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇനി ഇതിൽ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ADHD സിംറ്റംസ് എന്തൊക്കെയാണെന്ന് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്.